ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ മാർച്ച് 14 വെള്ളിയാഴ്ച 3 മലയാള സിനിമകളാണ് പ്രധാനമായും തിയേറ്ററിലെത്തുന്നത്. അനുഗ്രഹീത നടനും അനശ്വരനുമായ എം ജി സോമന്റെ മകൻ സജി സോമൻ നായകനാകുന്ന ആരണ്യം എന്ന സിനിമയാണ് ഇതിൽ ആദ്യത്തേത്. ലോനപ്പൻ കുട്ടനാട് നിർമ്മിച്ച ഈ സിനിമയുടെ സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് SP ഉണ്ണികൃഷ്ണനാണ്. ചിത്രത്തിൽ സജി സോമനോടൊപ്പം ലോനപ്പൻ കുട്ടനാട്, ദിവ്യ ശ്രീധർ, ജോൺ ഡാനിയൽ, ലവ്ലി ബാബു, പ്രമോദ് വെളിയനാട്, സോണിയ മെൽഹർ, അൻസി ലിനു എന്നിങ്ങനെയാണ് താരനിര. ലോക പ്രശസ്തമായ ചക്കുളത്ത് ഭഗവതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ സിനിമയുടെ തിരക്കഥാ സംഭാഷണം ഒരുക്കിയിരിക്കുന്നത് സുജാത കൃഷ്ണനാണ്. ക്ഷേത്രാചാരവും ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് മികച്ച ഗാനങ്ങൾ എഴുതിയത് മനുജി പുലിയൂരാണ്. ചിത്രത്തിന്റെ സംഗീതം സുനിൽ ലാൽ ചേർത്തല. നാളെ മാർച്ച് 14 തിയേറ്ററിൽ നിന്ന് രണ്ടാമത്തെ മലയാള സിനിമയാണ് ദാസേട്ടന്റെ സൈക്കിൾ. ഹരീഷ് പേരടിയാണ് ഈ ചിത്രത്തിന്റെ ടൈറ്റിൽ കഥാപാത്രമായി അഭിനയിക്കുന്നത്. ഈ ചിത്രം നിർമ്മിച്ചിട്ടുള്ളത് ഹരീഷ് പേരടി തന്നെയാണ്. ഐസ് ഉരതി എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ അഖിൽ കാവുങ്ങൾ തിരക്കഥയിൽ സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ ഹരീഷ് പേരടിയുടെ മകൻ വൈദി പേരടി, അഞ്ജന അപ്പുകുട്ടൻ, കബനി, LC സുകുമാരൻ, രത്നാകരൻ എന്നിങ്ങനെയാണ് താരങ്ങൾ. ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിട്ടുള്ളത് രാഹുൽ സി വിമലാണ്. തോമസ് ഹാൻസ്മെന്റിന്റെ വരികൾക്ക് AC ഗിരീശൻ സംഗീതം പറഞ്ഞിട്ടുണ്ട്. വിഷ്ണു വിജയൻ, ആതിര സുധീർ എന്നിവർ അഭിനയിച്ച ഉറ്റപ്പർ എന്ന സിനിമ നാളെ തിയേറ്ററിലെത്തുന്നു. അനിൽ ദേവാണ് ഈ സിനിമ തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിട്ടുള്ളത്. രാം ഗോപാൽ ഹരീഷനാണ് ഈ ചിത്രത്തിന്റെ സംഗീതം പറഞ്ഞിട്ടുള്ളത്. ഛായാഗ്രഹണം മൃദുൽ എസും എഡിറ്റിംഗ് ഫാസിൽ റസാഖുമാണ്. വിജയരാഘവൻ നായകനായി RJ ശരത്ചന്ദ്രൻ സംവിധാനം ചെയ്ത് മാർച്ച് 7 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ഔസേപ്പിന്റെ വസിയത്ത്. പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമയിൽ ദിലീഷ് പോത്തൻ, കലാഭവൻ ഷാജോൻ, ഹേമന്ത് മേനോൻ എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ. സിനിമ ആദ്യ 6 ദിവസം കൊണ്ട് കേരള കളക്ഷനായി കളക്ട് ചെയ്തത് 80 ലക്ഷം രൂപയാണ്. ചിത്രത്തിന്റെ 6 ദിവസത്തെ ഇന്ത്യൻ ബോക്സ് ഓഫീസ് കളക്ഷൻ 89 ലക്ഷം രൂപയുമാണ്. ഇന്ന് മാർച്ച് 13 വ്യാഴാഴ്ച ഈ സിനിമ UAE ഉൾപ്പെടെയുള്ള GCC രാജ്യങ്ങളിൽ റിലീസ് ചെയ്യപ്പെടുകയാണ്. ഷാഹി കബീർ തിരക്കഥ എഴുതി കുഞ്ചാക്കോപ്പൻ നായകനായി ജിത്തു അഷറഫ് സംവിധാനം ചെയ്ത് ഫെബ്രുവരി 20 തിയേറ്ററിലെത്തി ഹെവി പോസിറ്റീവ് അഭിപ്രായം നേടുന്ന ആക്ഷൻ ത്രില്ലർ സിനിമയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. പ്രിയാമണി, ജഗദീഷ്, വിശാഖ് നായർ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയുടെ ആദ്യ 21 ദിവസം പിന്നിട്ട് 22ാമത്തെ ദിവസമായ ഇന്ന് വ്യാഴാഴ്ചയാണ് കടന്നുപോകുന്നത്. ചിത്രത്തിന്റെ ഇന്നലെ ബുധനാഴ്ച വരെയുള്ള ആദ്യ 21 ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ ചിത്രം 27 കോടി 25 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ ആദ്യ 20 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി ഈ സിനിമ കളക്ട് ചെയ്തത് 50 കോടി 40 ലക്ഷം രൂപയാണ്. ഉത്സവ് രാജീവ് സംവിധാനം ചെയ്ത് മാർച്ച് 7 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് പരിവാർ. ജഗദീഷ്, ഇന്ദ്രൻസ്, പ്രശാന്ത് അലക്സാണ്ടർ എന്നിവർ അഭിനയിച്ച ഈ സിനിമയും മികച്ച അഭിപ്രായം തന്നെയാണ് നേടിയെടുത്തത്. ഈ സിനിമ ആദ്യ 6 ദിവസം കൊണ്ട് കേരള കളക്ഷനായി 54 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ ഉൾപ്പെടെ ആദ്യ 6 ദിവസം കൊണ്ട് ഇന്ത്യൻ ബോക്സ് ഓഫീസ് കളക്ഷനായി 60 ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. ബേസിൽ ജോസഫ് നായകനായി ജ്യോതി ശങ്കർ സംവിധാനം ചെയ്ത് ജനുവരി 30 തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേടിയെടുത്ത മലയാള സിനിമയാണ് പൊന്മാൻ. സജിൻ ഗോപ്, ലിജോ മോൾ ജോസ്, ആനന്ദ മണപതൻ, ദീപക് പറമ്പോൾ എന്നിവർ അഭിനയിച്ച ഈ സിനിമ ഇന്ന് അർദ്ധരാത്രി 12 മണിയോടെ ജിയോ ഹോട്ട്സ്റ്റാർ വഴി OTT റിലീസിംഗ് ചെയ്യുകയാണ്. ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ 10 കോടി 50 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 17 കോടി 40 ലക്ഷം രൂപയുമാണ്. ഈ സിനിമയുടെ ബഡ്ജറ്റ് 8 കോടി 91 ലക്ഷം രൂപയാണ്. ആവറേജ് വിജയം ഈ സിനിമ സ്വന്തമാക്കിയിട്ടുണ്ട്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.